നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജിത്ത് മൊട്ടമൽ. ഇന്ന് 2026 ജനുവരി 4 മുതൽ ജനുവരി 10 വരെയുള്ള ഈ ഒരാഴ്ച കാലഘട്ടം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കൂറുകാർക്ക് എങ്ങനെയെന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം വളരെ നല്ലതാണ്. പൊതുവെ സഹായികളുമായി ബന്ധപ്പെട്ടോ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ ചെറിയ വ്യാപാര സംരംഭങ്ങളോ മറ്റെന്തെങ്കിലും പ്രൊജക്റ്റുകളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗുണകരമായി ഭവിക്കാൻ ഇടയുണ്ട്. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ തുടക്ക ദിവസങ്ങൾ ഉണ്ടാവും. സാമ്പത്തികമായിട്ട് നേട്ടമോ പ്രവർത്തന വിജയമോ യാത്രാഗുണമോ ബന്ധുമിത്രാദികളുമൊത്തുള്ള സഹവാസമോ ഒക്കെ ഇവർക്ക് ഗുണകരമായിട്ട് മാറും. പൊതുവെ മനസ്സിന് സ്ഥിരോത്സാഹത്തിന്റെ സന്തോഷമുണ്ടാകുന്ന ദിവസങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ ആഴ്ചയുടെ മധ്യഭാഗം ഇവർക്ക് ചെറിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണെന്ന് പറയാം. അതിന്റെ അമിതമായ ചെലവിന്റെ ഒരു ആവശ്യകത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ചികിത്സയുമായി ബന്ധപ്പെട്ടോ സാമ്പത്തികമായിട്ട് ചെറിയ മുടക്ക് വന്നേക്കാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ തൊണ്ട എല്ലിനെയൊക്കെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ സാധ്യതയും പറയാം. വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ മറ്റ് രോഗദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് കുറച്ചധികം ശ്രദ്ധിക്കണം. അത് കാൽപാദങ്ങള് കാൽമുട്ടുകള് ഇവിടങ്ങൾക്ക് നീർവീക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. നടത്തത്തിൽ ചില ബുദ്ധിമുട്ടൊക്കെ വന്നു ചേരാനും ഇടയുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസവും തുടക്ക ദിവസവും ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. പ്രതീക്ഷിച്ചവരിൽ നിന്ന് പണം ഇവരിലേക്ക് വന്നു ചേരും. കടബാധ്യതയിൽ നിന്നും അല്പമായ ചില മോചനങ്ങൾ ഇവർക്ക് ലഭിക്കാൻ ഇടവരും. പുതിയ കടത്തിനോ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നു. അതുപോലെ ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് പ്രവൃത്തികൾ നമുക്ക് ഉണ്ടാവും. ജോലി സംബന്ധമായ കാര്യങ്ങളും ആഴ്ചയുടെ അവസാന ദിവസം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. അടുത്ത ഇടവക്കൂറാണ്. ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാൽഭാഗം രോഹിണി മകീരത്തിന്റെ പകുതി ഭാഗം അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ ഈ ആഴ്ച പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസം ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നീട് അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവർക്കും കുടുംബപരമായ കാര്യങ്ങളിലും എല്ലാവരും ഒരുമിച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെക്കുന്നതിലുമൊക്കെ നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ ഇട കാണുന്നു. സാമ്പത്തികമായിട്ടും ഗുണം വന്നു ചേരും. കുറെ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ടൊരു മെച്ചം ഉണ്ടാകാനും ഇട കാണുന്നുണ്ട്. എന്നാൽ ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലോ ചില പ്രതികൂല അനുഭവങ്ങൾ വരുന്നതിലും അല്പം മനോദുഃഖങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ആശ്രിതർക്കോ ബന്ധുക്കൾക്കോ ഏതെങ്കിലും തരത്തിൽ ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടാകുന്നത് ഇവരുടെ മനസ്സിനെ വല്ലാതെ അലട്ടാൻ ഈ ഒരാഴ്ച സാധ്യത കാണുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കഴിഞ്ഞ കുറെ കാലമായി ഇവർ തുടങ്ങാൻ നിശ്ചയിച്ചിരുന്ന പുതിയ പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാവാനൊരു സാധ്യതയും ഉണ്ട്. ഇതിൽ സഹകരിക്കാൻ വളരെ സാമ്പത്തികപരമായിട്ട് കഴിവുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തരത്തിൽ പിടിപാടുള്ള സ്വാധീനമുള്ള വ്യക്തികളുമായിട്ടോ പങ്കുകൊള്ളുന്നതിന്റെ ഫലമായിട്ട് ഇവരുടെ പ്രൊജക്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലെ തടസ്സങ്ങളൊക്കെ നീങ്ങി തൊഴിലിടങ്ങളിൽ മനപ്രീതി വന്നു ചേരുവാനും ഇടവരുന്നതാണ്. ആരോഗ്യപരമായിട്ട് കാലിനെയും മുട്ടിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ചെറിയ മുറിവുകളോ അപകടങ്ങളോ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ ഉള്ളവര് രോഗം മൂർച്ഛിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത മകീരത്തിന്റെ പകുതി ഭാഗം തിരുവാതിരയും പുറത്തിന്റെ മുക്കാൽ ഭാഗം അടങ്ങിയ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച സന്താന സംബന്ധമായ ചില മനക്ലേശങ്ങൾക്ക് ഇട കാണുന്നുണ്ട്. പഠന സംബന്ധമായ കാര്യങ്ങളോ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളോ മറ്റോ ആവാം. അത് അല്ലെങ്കിൽ വിവാഹ പ്രായം എത്തി നിൽക്കുന്ന മക്കളുടെ കാര്യങ്ങളിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള ഒരു സാധ്യതയും കാണുന്നു. എന്നാൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അതുപോലെ തന്നെ സ്വന്തം വീട് വിട്ട് കുറച്ച് ദൂരെ പോയി നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിലവിൽ ജോലിയെ ബുദ്ധിമുട്ടുകളോ അതുപോലെ തന്നെ ഒക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ ചെറിയൊരു മാറ്റവും പ്രതീക്ഷിക്കാവുന്ന ഒരു ആഴ്ചയാണ്. സാമ്പത്തികപരമായിട്ട് നേട്ടം കൂടുതലായിട്ടും ഇവർക്ക് വരുന്നതാണ്. യാത്ര കൂടുതലായിട്ട് ചെയ്യേണ്ടി വരാം. അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ യാത്ര ചെയ്യേണ്ടുന്നൊരു സാധ്യതയും കാണുന്നു. പിതൃക്കന്മാർക്ക് ആരോഗ്യപരമായി ഉണ്ടാകുന്ന ചില ക്ലേശങ്ങളെ കൊണ്ട് ചില മനോദുഃഖങ്ങൾ അനുഭവിക്കാനും സാധ്യത കാണുന്നുണ്ട്. ദൈവാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത കർക്കിടക രാശിയാണ്. പൂർണ്ണത്തിന്റെ കാൽഭാഗവും പൊയ്യവും മാല്യവും അടങ്ങിയ ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ആഴ്ച. ബന്ധപ്പെട്ടവരിൽ നിന്നോ മറ്റോ ധനം ഇവരിലേക്ക് വന്നു ചേരാൻ സാധ്യത കാണുന്നു. ലോണിനോ മറ്റോ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അനുകൂലമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ വന്നു ചേരും.
സാമ്പത്തികപരമായിട്ടാകുന്ന നേട്ടം, കടബാധ്യതയിൽ നിന്നും മോചനം, മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങൾ ഒരു മാറ്റം വരുന്ന അവസ്ഥ, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയം നേടുന്ന അവസ്ഥ, ഇങ്ങനെ അവരുടെ കർമ്മരംഗം വളരെ നന്നായി മുന്നോട്ട് പോകുന്ന ഒരു ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇവർക്ക് പൊതുവെ വിദേശവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ധനം വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് കടബാധ്യതയിൽ നിന്ന് അല്പമായിട്ട് അതൊരു മോചനം ലഭിക്കാനുള്ള ഒരു യോഗവും ഈ ആഴ്ച പറയാം. തങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനമോ മറ്റ് വില പിടിച്ച ദ്രവ്യങ്ങളോ തിരിച്ചു ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ചും ദമ്പതിമാർ തമ്മിലോ സഹോദരന്മാർ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള ഒരു യോഗമാണ് കാണുന്നത്. ഉദര സംബന്ധമായി ഉണ്ടാകുന്ന ചില അസുഖങ്ങളെക്കുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഗർഭാശയ സംബന്ധമായ രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഒക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ പൊതുവെ നോക്കിയാൽ സാമ്പത്തികമായിട്ട് നേട്ടമാണ്, പ്രവർത്തനങ്ങളിൽ വിജയം, വിദേശവുമായി ബന്ധപ്പെട്ട് ഇവരുടെ പ്രവർത്തനങ്ങളിൽ പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകുന്നവർക്ക് ഗുണമൊക്കെയാണ് കാണുന്നത്. നമ്മുടെ മോശം സിറ്റുവേഷൻ എന്ന് പറയുന്നത് മൂത്രാശയ സംബന്ധമായിട്ടും ഗർഭാശയ സംബന്ധമായിട്ടും നട്ടലിനെ ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ആരോഗ്യപരമായിട്ടും ശ്രദ്ധ കൂടുതൽ കൊടുക്കുക, ദൈവാധീനം വർദ്ധിപ്പിക്കുക. അടുത്തത് ചിങ്ങൻ രാശിയാണ്. മകവും പൂരോത്രത്തിന്റെ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസം പിതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ചില ശാരീരിക ആവശ്യതകളോ അതുപോലെ തന്നെ മക്കളെ കൊണ്ട് ചെറിയ രീതിയിലുള്ള മനോദുഃഖങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഇട കാണുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത ദിവസം ഒരു മാറ്റവും ഇവർക്ക് വരുന്നതാണ്. പിതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ആവശ്യതയോ പ്രശ്നങ്ങളൊക്കെ ആവാം. അത് ചില ദീർഘദൂര യാത്രകൾ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ചില തടസ്സങ്ങളും മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ നല്ല രീതിയിൽ തുടരാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടവും കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഹൃദയ സംബന്ധമായിട്ടും കണ്ണിനേക്ക് ബാധിക്കുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ടും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സന്താന സംബന്ധമായിട്ടും ഗുണങ്ങൾ തന്നെയാണ് കാണുന്നത്. അടുത്തത് കന്നിരാശിയാണ്. കന്നിരാശി എന്ന് പറയുന്നത് ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് 10 വ്യാഴം, ശനി, അതുപോലെ തന്നെ ചൊവ്വ, 4 ചൊവ്വ, ഇതെല്ലാം ഒരു ദോഷമാണെങ്കിലും ബുധന്റെയും ശുക്രന്റെയും സ്ഥിതി ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മ പുരോഗതിയും സ്ഥാനലബ്ധിയും ബന്ധുഗുണങ്ങളും ധനലാഭങ്ങളും സന്താന ഗുണങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. പുതിയ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരാഴ്ച അനുകൂലമായിട്ട് കാണുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ സൂര്യൻ 4 സ്ഥിതിയുള്ളതുകൊണ്ട് നിയമപരമായ ചില പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അത് ഗുണകരമല്ല. ശത്രുപദ്രവങ്ങൾ, അതുപോലെ തന്നെ കളവ് നടക്കാനുള്ള ചില സാധ്യതകളും അനാരോഗ്യങ്ങൾ, ബന്ധുക്കൾ തമ്മിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, കണ്ണിനെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഇവർ ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വണ്ടിയൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു ദോഷങ്ങളൊന്നും കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പറയാനില്ല. അടുത്തത് തുലാവൻ രാശിയാണ്. ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതിയും വിശാഖത്തിന്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് 9 വ്യാഴം, അതുപോലെ തന്നെ ശുക്രന്റെയും ചൊവ്വയുടെയും 3 സ്ഥിതി ഇവർക്ക് വളരെ ഗുണകരമാണ്. ആത്മാഗുണം, ധനലാഭം, സ്ഥാനഗുണം, അഭിമാനം വർദ്ധിക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുക, ഇതൊക്കെ ഉണ്ടാവുക എന്നുള്ളൊരു വിഷയം നമുക്ക് ഒരാഴ്ച പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ആഴ്ചയുടെ പകുതിക്ക് ശേഷമാണ് കൂടുതൽ ഗുണം ലഭിക്കാനുള്ള സാധ്യത കാണുന്നത്. സ്വജന കലഹം, മനക്ലേശങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട് ചർമ്മരോഗങ്ങൾ, തൊണ്ട, കഴുത്ത് ഇതിനേക്ക് ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ, ഉദര സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക. ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് കൂടുതൽ നല്ലതാണ്. അതുപോലെ തന്നെ പിതാവിന്റെയും മാതാവിന്റെ ആരോഗ്യ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരാഴ്ച. അടുത്ത വൃശ്ചിക്കൂറാണ്. വിശാഖത്തിന്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ച് ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് കണ്ണിനെയോ ഹൃദയത്തിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരുടെ പ്രതിതുല്യമായ വ്യക്തികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതകൾ അനുഭവിക്കാനും ഇട കാണുന്നു. അഗ്നിഹേതുകമായിട്ടും മറ്റു അപകടങ്ങളും ഇവർ ശ്രദ്ധിക്കണം. വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാവിനോ പിതാവിനോ ആരോഗ്യപരമായിട്ടാകുന്ന പ്രശ്നങ്ങൾ വരിക നിമിത്തം ഇവർക്ക് മാനസിക വിഷമവും സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വന്നു ചേരാനുള്ള യോഗമുണ്ട്. പൊതുവെ സഹായികളുമായി ബന്ധപ്പെട്ടോ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ ചെറിയ വ്യാപാര സംരംഭങ്ങളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രൊജക്ടുകളൊക്കെ ഇവർക്ക് ഇപ്പോൾ ഗുണകരമായിട്ട് ഭവിക്കുന്നതായിട്ടും കാണുന്നു. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അനുഭവങ്ങളും ഒരുപാട് ജീവിതത്തിൽ വന്നു ചേരും.
യാത്ര ചെയ്യാൻ, കർമ്മസംബന്ധമായിട്ട് യാത്ര ചെയ്യാനുള്ള ചില സാഹചര്യങ്ങളും വന്നു ചേരാം. അടുത്ത മൂലവും പുരാണോത്രാടത്തിന്റെ കാൽഭാഗം അടങ്ങിയ ധനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ഗുണകരമാണ് ഈ ഒരാഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. സാമ്പത്തികപരമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയോടെയും കാര്യപ്രാപ്തിയോടും കൂടി ഇടപഴകാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ മേലധികാരികളുടെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയും ഒക്കെ തന്നെ പ്രശംസയും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങാൻ സാധിക്കുന്ന ഒരാഴ്ചയാണ് ഈ ഒരാഴ്ച. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ്. യാത്ര കൊണ്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ഇവരിപ്പോൾ ശ്രദ്ധിക്കേണ്ടതും ശാരീരികമായ പ്രശ്നങ്ങളും എന്ന് പറയുന്നത് ജീവിത പങ്കാളിക്കോ സഹോദരനോ ശാരീരികമായി ഉണ്ടാകുന്ന അവശതകൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ പിതാവിനോ മാതാവിനോ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ അത് നിമിത്തം ചില ക്ലേശങ്ങൾക്കും യോഗമുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല. അടുത്ത മകരരാശിയാണ്. ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടത്തിന്റെ പകുതി ഭാഗവും അടങ്ങിയ മകരക്കൂറുകാരെ സംബന്ധിച്ച് ആഴ്ചയുടെ തുടക്ക ദിവസം ചില അസ്വസ്ഥതകൾ ബാധിക്കാൻ ഇടയുണ്ട്. നേരത്തെ തീരുമാനിച്ചിട്ടുള്ള ചില യാത്രകളോ മറ്റ് കർമ്മ പദ്ധതികളോ മാറ്റി വെക്കപ്പെടേണ്ടി വരുന്ന സാഹചര്യമൊക്കെ വരാം. അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലെങ്കിൽ ചെറിയ രീതിയിൽ ചില മനപ്രയാസങ്ങൾക്കുള്ള സാധ്യത കാണുന്നു. അതുപോലെ പിതാവിന് ശാരീരിക ആവശ്യകത സൂക്ഷിക്കണം. തങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നുവോ ആ മേഖലയിൽ വളരെ സന്തോഷത്തോടു കൂടി ക്രിയാത്മകമായി ബുദ്ധിപരമായി ഇടപെടാൻ സാധിക്കും. മനസന്തോഷം ലഭിക്കുകയും ചെയ്യും. മുമ്പ് വെക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ആഴ്ചയുടെ അവസാന ദിവസം അത് ഭംഗിയായി നടപ്പിലാക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ വലിയ വിജയം കാണുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മികവിനെ കൂടെയുള്ളവരും സഹപ്രവർത്തകരും മേലധികാരികളും പുകഴ്ത്തുകയും അത് ഭാവിയിൽ കർമ്മ മേഖലയിൽ അവർ കൂടുതൽ ശോഭനീയമായ ഒരു അവസരം നൽകുകയും ചെയ്യും. വിദേശവുമായി ബന്ധപ്പെട്ടവരുടെ യാത്രയോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ബന്ധപ്പെടുവാനോ കോണ്ടാക്ട് ചെയ്യുവാനോ സാധിക്കാതിരുന്നതിനൊക്കെ തന്നെ ഈ ഒരാഴ്ച ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു സമയമാണ്. വിദേശത്ത് നിന്നും ശുഭകരമായ സന്തോഷകരമായ വാർത്ത ലഭിക്കാനുള്ള യോഗമുണ്ട്. സന്താനങ്ങളെ കൊണ്ട് മനസന്തോഷം കൈവരിക്കാൻ സാധിക്കും. അടുത്ത കുംഭരാശിയാണ്. അവിട്ടത്തിന്റെ പകുതി ഭാഗം ചതയും പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച കഴിഞ്ഞ കുറെ കാലമായി ഇവർ തുടങ്ങാൻ നിശ്ചയിച്ചിരുന്ന പുതിയ പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു. അതിൽ സഹകരിക്കാൻ വളരെ സാമ്പത്തികമായിട്ട് കഴിവുള്ളവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള പിടിപാടുള്ളവരോ സ്വാധീനമുള്ള വ്യക്തികളോ പങ്കുകൊള്ളുന്നതിന്റെ ഫലമായിട്ട് തടയപ്പെട്ടിരുന്ന നമ്മുടെ പ്രൊജക്ടുകൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തൊഴിൽ മേഖലയുടെ തടസ്സങ്ങളൊക്കെ നീങ്ങി തൊഴിലിടങ്ങളിൽ മനപ്രീതി കൈവരിക്കുവാനും സാധിക്കും. ആരോഗ്യപരമായി മുട്ടിനെയും അതുപോലെ തന്നെ കയ്യിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വണ്ടി ഓടിക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചും ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റെന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയുമായി മുന്നോട്ട് നീങ്ങുന്ന ആൾക്കാർക്ക് രോഗം മൂർച്ഛിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ മുത്തഞ്ചി ഹോമം അതുപോലെ തന്നെ ധന്വന്തരി പൂജ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും കർമ്മ പുരോഗതിയും സ്ഥാനലബ്ധിയും ബന്ധുഗുണങ്ങളും ധനലാഭങ്ങളും സന്താന ഗുണങ്ങളും വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച. പുതിയ ഗൃഹനിർമ്മാണാദി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും പറ്റിയ സമയമാണ്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. എങ്കിലും ജോലിപരമായിട്ട് ദോഷങ്ങളൊന്നുമില്ല. നിയമപരമായിട്ട് പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച പൊതുവെ ഗുണകരമല്ല. ശത്രുപദ്രവങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ പ്രത്യേകിച്ചും കളവ് നടക്കാനുള്ള സാധ്യതയുണ്ട്. സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അനാരോഗ്യം, നേത്ര സംബന്ധമായ രോഗങ്ങളും ശ്രദ്ധിക്കുക. അടുത്ത മീനരാശിയാണ്. പുരട്ടാതിയുടെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ ആഴ്ച ബന്ധുജനങ്ങൾക്ക് ക്ലേശം, ബന്ധുജനങ്ങളെ കൊണ്ട് ചില ക്ലേശങ്ങൾ അനുഭവിക്കുക എന്നൊക്കെയുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട്. എങ്കിലും സാമ്പത്തികപരമായിട്ടും കർമ്മപരമായിട്ടും പുരോഗതി തന്നെയാണ് കാണുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയോടും കാര്യപ്രാപ്തിയോടും കൂടിയും ഇടപെടാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ മേലധികാരികളുടെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയും ഒക്കെ തന്നെ പ്രശംസയും അഭിനന്ദനങ്ങളും പിടിച്ചുപറ്റാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ ആഴ്ച. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് നടപ്പിലാക്കാനും സാധിക്കും. യാത്ര കൊണ്ട് ഗുണാനുഭവങ്ങളും വന്നു ചേരുന്ന സമയമാണ്. ജീവിത പങ്കാളിക്കോ സഹോദരനോ ശാരീരികമായ അവശതകൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ ആരോഗ്യവും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അമ്മയുടെ ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് മറ്റും ചില മനക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നു. ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾക്കും ഒരു മാറ്റം വന്നു ചേരാനുള്ള സമയം കൂടിയാണ്.
ഒരു ദൈവാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ല കാഴ്ച ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.